നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏകദേശം 29,000 അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനം, 170-ലധികം യാത്രക്കാർ. പൊടുന്നനെ വിമാനത്തിൻ്റെ എഞ്ചിനിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. എമർജൻസി ലാൻഡിങ്ങിനായി പൈലറ്റ് ഉടൻ തന്നെ ആവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ ആ വിമാനത്തെ മുഴുവൻ തീ വിഴുങ്ങിയ ഒരു വാർത്ത. വിമാനത്തിൻ്റെ ചിറകിലൂടെയും മറ്റും യാത്രക്കാർ ഒഴുകിയിറങ്ങുന്ന ഒരു കാഴ്ച. അതിഭീകരമായൊരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഒഴിവായത് ഒരു വലിയ ദുരന്തം തന്നെയാണ്. യാത്രക്കാരുമായി പറന്നു പോകുന്നതിനിടയിൽ ഏകദേശം 29,000 അടി ഉയരത്തിൽ ആകാശ മധ്യത്തിലാണ് വിമാനത്തിൻ്റെ എഞ്ചിനെ തീ വിഴുങ്ങിയത്. വഴിതിരിച്ചുവിട്ട വിമാനം 172 യാത്രക്കാരുമായി ലാൻഡ് ചെയ്യാനായി ശ്രമം നടത്തി. തൊട്ടു പിറകെ തന്നെ എഞ്ചിനിൽ നിന്നും തീ മുഴുവനായും വിമാനത്തിലേക്ക് പടരാൻ തുടങ്ങി. വളരെ വേഗത്തിൽ മുൻകൂട്ടി തന്നെ നിർദ്ദേശങ്ങൾ നൽകിയതുകൊണ്ടും അവസരോചിതമായി പൈലറ്റ് ഇടപെട്ടതുകൊണ്ടും അടിയന്തര മാർഗങ്ങളിലൂടെ യാത്രക്കാരെ രക്ഷപ്പെടുത്താനായി സാധിച്ചു. അമേരിക്കയിലെ ഡെൻവർ വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. വ്യാഴാഴ്ചയായിരുന്നു ഈ വിഷയം. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. ഇതുവരെയും ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അധികൃതർ പറയുന്നതനുസരിച്ച് ഗേറ്റ് C-38 നിർത്തിയിട്ടിരുന്ന വിമാനത്തിൽ പൊടുന്നനെ തീപിടിക്കുകയായിരുന്നു. അമേരിക്കൻ എയർലൈൻസിൻ്റെ 1006 വിമാനത്തിൻ്റെ എഞ്ചിനിലാണ് തീ പടർന്നത്. കൊളറാഡോ സ്പ്രിങ്ങിൽ നിന്നും ഡലാസിലേക്ക് പുറപ്പെട്ട വിമാനം തീ പടരുന്നുവെന്ന് മനസ്സിലാക്കി വിമാനത്തിന് ബുദ്ധിമുട്ടുണ്ട്, ഇനി പറക്കാൻ സാധിക്കില്ല, വലിയൊരു അപകടമാണ് മുന്നിൽ നിൽക്കുന്നത്, 170-ലധികം വരുന്ന ആളുകളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അടിയന്തരമായി തന്നെ ഡെൻവർ വിമാനത്താവളത്തിൽ ഇറക്കി. വിമാനത്തിൻ്റെ ഒരു ചിറകിനെ പൂർണ്ണമായും തീ വിഴുങ്ങി. ചിറകിലേക്ക് തീ ആളിപ്പടരുന്നത് കണ്ടപ്പോൾ മറ്റൊരു വശത്തിലൂടെ യാത്രക്കാരെ പുറത്തിറക്കി. ബോയിങ് 737-800 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡ് ചെയ്ത് തൊട്ട് പിറകെ തന്നെ സ്ലൈഡുകളിലൂടെയും മറ്റും 172ഓളം വരുന്ന യാത്രക്കാരെ പുറത്തിറക്കി. ശേഷം തീ നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫയർ എഞ്ചിനും മറ്റുമൊക്കെ വിമാനത്താവളത്തിൽ സജ്ജരായിരുന്നു. പ്രാദേശിക സമയം ഏകദേശം വൈകുന്നേരം 5:15 ഈ സംഭവമുണ്ടായത്. അമേരിക്കയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് വിമാനങ്ങളിലെ തീപിടുത്തവും വിമാന അപകടങ്ങളും. അതുകൊണ്ട് പരമാവധി അപകടങ്ങൾ കുറച്ച് മുന്നോട്ട് പോകാനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായത്. ക്രൂ അംഗങ്ങളാണ് എഞ്ചിനിൽ വിറയൽ അനുഭവപ്പെട്ടതായി തുറന്നു പറഞ്ഞത്. തൊട്ടുപിറകെ അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ എന്ത് മാർഗമെന്നുള്ളതായിരുന്നു പൈലറ്റ് അന്വേഷിച്ചത്. ലാൻഡ് ചെയ്യുന്നതിന് പിറകെ തന്നെ തീ വളരെ വേഗത്തിൽ ആളിക്കത്തിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വിമാനത്തിൽ പുക മൂടിയതോടെ യാത്രക്കാർ മറ്റു മാർഗമില്ലാതെ വിമാനത്തിൻ്റെ ചിറകുകളിലടക്കം കയറി നിൽക്കുന്ന ചിത്രവും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. വിമാനത്തിനുള്ളിൽ പോലും നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. 6ഓളം ക്രൂ അംഗങ്ങളും 172 യാത്രക്കാരുമടക്കം 178 പേരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. അമേരിക്കൻ വ്യോമയാന മേഖലയെ സംബന്ധിച്ച് ഇത് തുടർച്ചയായ തലവേദനയായിട്ടാണ് നോക്കിക്കാണുന്നത്. നിരന്തരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏവിയേഷൻ മേഖലയെ തന്നെ സാരമായി ബാധിക്കുമെന്നും ജനങ്ങളുടെ സുരക്ഷയിൽ വലിയ ആവലാതിയാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നതെന്നുമാണ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഇതിനു മുൻപ് ജനുവരി 29 അമേരിക്കൻ എയർലൈൻസ് ജെറ്റും മറ്റൊരു വിമാനവും സൈനിക വിമാനവുമായി കൂട്ടിയിടിച്ച് 67 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെയും കരകയറിയിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും ഒരു സംഭവം ഉണ്ടായത്. അതിനിടെ വിമാനത്തിൽ കൊളറാഡോ കോൺഗ്രസ് അംഗം ഗേബി ബാൻസിൻ്റെ പ്രസ് അസിസ്റ്റന്റ് അലക്സാൻഡ്രിയ കുള്ളൻ്റെ അമ്മയും ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എക്സിലൂടെ അവർ ഇക്കാര്യം ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു. അടുത്തിടെയായി വിമാനത്തിൽ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുകയാണ്. അതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. എന്നാൽ വിമാനയാത്ര സുരക്ഷിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യകതയില്ല എന്നുമാണ് ഇപ്പോൾ അമേരിക്കൻ വ്യോമയാന മന്ത്രാലയവും പറയുന്നത്. അതിനിടെ നേരത്തെ പരാമർശിച്ച അമേരിക്കയിൽ 67 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ തകർന്ന അമേരിക്കൻ എയർലൈൻസ് ജെറ്റ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ച് കൃത്യമായി വിലയിരുത്തി 30 ദിവസത്തിനുള്ളിൽ തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് പറഞ്ഞിരിക്കുന്നത്. സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച ഈ വിമാനം പൊട്ടോമാക് നദിയിൽ തകർന്നു വീഴുകയായിരുന്നു. ആരുടെയും ജീവൻ രക്ഷിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. ഏറെ ദിവസം നടത്തിയ തിരച്ചിലിനൊടുവിൽ 40 പേരുടെ മൃതദേഹമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. സൈനിക ഹെലികോപ്റ്റർ എങ്ങനെ യാത്രാ വിമാനത്തിൻ്റെ പാതയിലേക്ക് എത്തി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും അതിശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഹെലികോപ്റ്റർ പറത്തിയതാകട്ടെ ഏറെ പരിചയസമ്പന്നതയുള്ള 2 പൈലറ്റുമാരും. അവർ എങ്ങനെയാണ് ഒരു വിമാനത്തെ കൂട്ടിയിടിച്ചത്?
അനുവദനീയമായിട്ടുള്ള പരമാവധി ഉയരമായിട്ടുള്ള 200 അടി മറികടന്നിരുന്നോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ആർമി ഏവിയേഷൻ ചീഫ് ഓഫ് സ്റ്റാഫ് ജൊനാഥൻ കോസിയോൾ ഇക്കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ എയർ ട്രാഫിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പലർക്കും യോഗ്യതയില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആരോപിക്കുന്നത്. ബൈഡന്റെ ഭരണകൂടത്തിലൂടെ പലരെയും കുത്തിത്തിരികെ കയറ്റി യോഗ്യതയില്ലാത്ത പലരും അതിലൂടെ നിയമിതരായിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ തച്ചുടയ്ക്കുമെന്നും ഇതിൽ കൃത്യമായ ഒരു ഏകോപനവും സംവിധാനവും സീനിയോറിറ്റിയും മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊണ്ടുവരുമെന്നുമാണ് ബൈഡൻ കുറ്റപ്പെടുത്തുന്നത്. വിമാനത്തിലുണ്ടായിരുന്നവരെയും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 20 മിനിറ്റിൽ ലാൻഡ് ചെയ്യും. വാഷിംഗ്ടൺ 20 മിനിറ്റിൽ ലാൻഡ് ചെയ്യുമെന്ന സന്ദേശം കിട്ടിയതിനെ തുടർന്നാണ് ഭാര്യയെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു ഹമാദ് റാസ. പക്ഷേ അപ്രതീക്ഷിത ദുരന്തമായിരുന്നു അന്ന് അവർക്ക് നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇന്ത്യൻ വംശീയമായിട്ടുള്ള അസ്ര ഹുസൈൻ റാസ സഞ്ചരിച്ച വിമാനമാണ് ഈ ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് അമേരിക്കയിൽ തകർന്നു വീണത്. അവസാനം കിട്ടിയ സന്ദേശവും ഇതുതന്നെയായിരുന്നു. വിമാനത്താവളത്തിൽ അന്ന് കാത്തിരുന്ന തനിക്ക് മുന്നിലൂടെ ആംബുലൻസുകളും മറ്റു വാഹനങ്ങളുമൊക്കെ ഒട്ടനവധി പോകുന്നതാണ് കാണുന്നത്. ട്വിറ്ററിൽ നിന്നാണ് അസ്ര സഞ്ചരിച്ച വിമാനമാണ് ഈ തകർന്നിരിക്കുന്നതെന്ന് വാർത്തകളിലൂടെ മനസ്സിലാക്കിയത്. എന്നാൽ വാർത്തകളിൽ കാണുന്നത് പോലുള്ള ദുരന്തം നേരിട്ട നടുക്കത്തിൽ ഹമാദ് എപ്പോഴുമുണ്ട്. ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളായ അസ്ര കൻസാസിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. സമാനമായി ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും മറ്റൊരു വാർത്ത ലഭിക്കുന്നുണ്ട്. അപകടമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, പക്ഷേ വലിയൊരു അപകടം തലനാഴിരയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ലാൻഡിങ്ങിനിടയിൽ വിമാനത്തിൻ്റെ പിൻഭാഗം റൺവേയിൽ തട്ടിയൊരു വിവരമാണ്. മാർച്ച് 8-ാം തീയതി ചെന്നൈ വിമാനത്താവളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇൻഡിഗോ എയർബസ് A321 വിമാനത്തിൻ്റെ പിൻഭാഗമാണ് റൺവേയിൽ ഉരഞ്ഞത്. ടെയിൽ സ്ട്രൈക്ക് ഇങ്ങനെ റൺവേയിൽ ഉരഞ്ഞിരിക്കുന്നത് ഗുരുതരമായൊരു വിഷയമാണ്. സംഭവത്തിൽ ആർക്കും ഇതുവരെയും പരിക്കില്ല. എന്നിരുന്നാൽ പോലും എങ്ങനെ ഇത് സംഭവിച്ചുവെന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലത്തിറങ്ങിയ വിമാനം ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്കും സുരക്ഷാ പരിശോധനകൾക്കും ശേഷം വീണ്ടും സേവനം പുനരാരംഭിച്ചുവെന്നാണ് ഇൻഡിഗോ പറയുന്നത്. സംഭവത്തിൽ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിച്ച കമ്പനി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും വിമാനത്തിൻ്റെയും സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നുവെന്നും ഒരിക്കലും തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പാകപ്പിഴ ഉണ്ടാകില്ല എന്നും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ വിമാനത്തിൻ്റെയും പിൻഭാഗം സമാനമായി റൺവേയിൽ തട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് കേസന്വേഷണത്തിന്റെ ഭാഗമായി ആ വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരെ മുഴുവൻ കമ്പനി ഒഴിവാക്കിയിരുന്നു. 2023 6 മാസത്തിനിടെ 4 ടെയിൽ സ്ട്രൈക്കുകളാണ് ഇൻഡിഗോ വിമാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് 30 ലക്ഷം രൂപയാണ് DGCA പിഴ ചുമത്തിയത്. ഈ സംഭവങ്ങളുടെ ഭാഗമായി നടത്തിയ ഓഡിറ്റിംഗിൽ ഇൻഡിഗോയുടെ പരിശീലനത്തിലും എഞ്ചിനീയറിംഗ് നടപടിക്രമങ്ങളിലും നിരവധി പോരായ്മയും കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന കർശനമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.